എല്ലാവർക്കും യു കെ നേച്ചേഴ്സ് സോണിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോസ്റ്റ് വാരിയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ കോസ്റ്റ് വാരിയൻസിനകത്ത് നമ്മൾ കുറേ വാരിയൻസ് പഠിക്കുന്നുണ്ട്. വാരിയൻസ് അനാലിസിനകത്ത് കുറേ വാരിയൻസിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഈ ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൊമേഴ്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇപ്പോൾ കോസ്റ്റ് വാരിയൻസിന് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കോസ്റ്റ് വാരിയൻസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്. ഓക്കെ, ഷോർട്ടാക്കി ഞാൻ എഴുതുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്, പിന്നീട് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് വാരിയൻസ്, പിന്നീട് ഓവർ ഹെഡ് കോസ്റ്റ് വാരിയൻസ്. ഓക്കെ, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് വാരിയൻസ്, പിന്നീട് ഓവർ ഹെഡ് കോസ്റ്റ് വാരിയൻസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് നമ്മൾ ഒന്നാമത് പറഞ്ഞിട്ടുള്ള ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്. ഈ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് നമ്മളിതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസിന് ഡയറക്റ്റ് മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് എന്നും ഡയറക്റ്റ് മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് എന്നും. ഓക്കെ, ഡയറക്റ്റ് മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് എന്നും ഡയറക്റ്റ് മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് എന്നും. ഈ ഡയറക്റ്റ് മെറ്റീരിയൽ യൂസേജ് വാരിയൻസിനാണ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്നെന്താണ്? ഡയറക്റ്റ് മെറ്റീരിയൽ മിക്സ് വാരിയൻസ്, പിന്നീട് ഡയറക്റ്റ് മെറ്റീരിയൽ ഈൽഡ് വാരിയൻസ്. ഡയറക്റ്റ് മെറ്റീരിയൽ മിക്സ് വാരിയൻസും ഡയറക്റ്റ് മെറ്റീരിയൽ ഈൽഡ് വാരിയൻസും. ഓക്കെ, ഈ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് അറിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഇപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇത് രണ്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് രണ്ടും ആഡ് ചെയ്താൽ എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് ആണ്. അതുപോലെ തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ പ്രൈസ് വാരിയൻസും ഡയറക്റ്റ് മെറ്റീരിയൽ യൂസേജ് വാരിയൻസും ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് കിട്ടും. ഓക്കെ, ആ രീതിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ കുറേ ഇക്വേഷൻ നിങ്ങൾക്ക് തന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, നെക്സ്റ്റ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് വാരിയൻസ്. ഓക്കെ, രണ്ടാമത്തെയാണ് കോസ്റ്റ് വാരിയൻസിൻ്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നതാണത് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് വാരിയൻസ് എന്നുള്ളത്. ഈ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് വാരിയൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ്? ഡയറക്റ്റ് ലേബർ റേറ്റ് വാരിയൻസ് എന്നും ഡയറക്റ്റ് ലേബർ എഫിഷ്യൻസി വാരിയൻസ് എന്നും. ഡയറക്റ്റ് ലേബർ റേറ്റ് വാരിയൻസും ഡയറക്റ്റ് ലേബർ എഫിഷ്യൻസി വാരിയൻസ് എന്നുള്ളത്. ഓക്കെ, ഈ ഡയറക്റ്റ് ലേബർ എഫിഷ്യൻസി വാരിയൻസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് ലേബർ എഫിഷ്യൻസി വാരിയൻസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് ഡയറക്റ്റ് ലേബർ മിക്സ് വാരിയൻസ്, പിന്നെ ഡയറക്റ്റ് ലേബർ ഈൽഡ് വാരിയൻസ്. ഡയറക്റ്റ് ലേബർ മിക്സ് വാരിയൻസും ഡയറക്റ്റ് ലേബർ ഈൽഡ് വാരിയൻസ് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ലേബർ എഫിഷ്യൻസി വാരിയൻസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഈ ഡയറക്റ്റ് ലേബർ എഫിഷ്യൻസി വാരിയൻസിനോട് കൂടി ഐഡിയൽ ടൈം വാരിയൻസ് കൂട്ടുകയാണെങ്കിലാണ് നമ്മൾക്ക് ടോട്ടൽ ഡയറക്റ്റ് ലേബർ എഫിഷ്യൻസി വാരിയൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഡയറക്റ്റ് ലേബർ എഫിഷ്യൻസി വാരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ലേബർ എഫിഷ്യൻസി വാരിയൻസിനോട് കൂടി ഐഡിയൽ ടൈം വാരിയൻസിനോട് കൂടി ആഡ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനകത്ത് വരുന്ന മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത്. കോസ്റ്റ് വാരിയൻസിനകത്തുള്ള ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസും ഡയറക്റ്റ് ലേബർ കോസ്റ്റ് വാരിയൻസിൻ്റെയും ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഓവർ ഹെഡ് കോസ്റ്റ് വാരിയൻസിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഓവർ ഹെഡ് കോസ്റ്റ് വാരിയൻസ്. ഓക്കെ, ഈ ഓവർ ഹെഡ് കോസ്റ്റ് വാരിയൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓവർ ഹെഡ് കോസ്റ്റ് വാരിയൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്നാമത്തത് വാരിയബിൾ ഓവർ ഹെഡ് കോസ്റ്റ് വാരിയൻസ്. ഓക്കെ, വാരിയബിൾ ഓവർ ഹെഡ് കോസ്റ്റ് വാരിയൻസ് എന്നും ഫിക്സഡ് ഓവർ ഹെഡ് കോസ്റ്റ് വാരിയൻസ് എന്നും. ഓക്കെ, വാരിയബിൾ ഓവർ ഹെഡ് കോസ്റ്റ് വാരിയൻസ് എന്നും ഫിക്സഡ് ഓവർ ഹെഡ് കോസ്റ്റ് വാരിയൻസ് എന്നും. ഓക്കെ, ഈ ഫിക്സഡ് ഓവർ ഹെഡ് കോസ്റ്റ് വാരിയൻസിൻ്റെ നെക്സ്റ്റ് ഉള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫിക്സഡ് ഓവർ ഹെഡ് കോസ്റ്റ് വാരിയൻസ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് ഫിക്സഡ് ഓവർ ഹെഡ് എക്സ്പെൻസ് വാരിയൻസ്. ഫിക്സഡ് ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ വാരിയൻസ് എന്നും അതുപോലെ തന്നെ ഫിക്സഡ് ഓവർ ഹെഡ്
വോളിയം വാരിയൻസ് എന്ന് പറഞ്ഞ് ഇത് രണ്ടായിട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫിക്സഡ് ഓവർ ഹെഡ്, വോളിയം വാരിയൻസ്. ഓക്കെ, ഈ ഫിക്സഡ് ഓവർ ഹെഡ് വോളിയം വാരിയൻസ് അതിന് നമ്മൾ രണ്ടായി ക്ലാസ് ചെയ്യുന്നുണ്ട്. ഫിക്സഡ് ഓവർ ഹെഡ് വോളിയം വാരിയൻസിനെ രണ്ടായിട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത് ഫിക്സഡ് ഓവർ ഹെഡ് എഫിഷ്യൻസി വാരിയൻസ് എന്നും ഫിക്സഡ് ഓവർ ഹെഡ് എഫിഷ്യൻസി വാരിയൻസ് എന്നും പിന്നീട് ഫിക്സഡ് ഓവർ ഹെഡ് കപ്പാസിറ്റി വാരിയൻസ് എന്നും പറഞ്ഞിട്ട് ഇതിൻ്റെ രണ്ടാം ക്ലാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനെയാണ് ഫിക്സഡ് ഓവർ ഹെഡ് വോളിയം വാരിയൻസിന് ഫിക്സഡ് ഓവർ ഹെഡ് എഫിഷ്യൻസി വാരിയൻസ് എന്നും ഫിക്സഡ് ഓവർ ഹെഡ് കപ്പാസിറ്റി വാരിയൻസ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഈ വാരിയബിൾ ഓവർ ഹെഡ് കോസ്റ്റ് വാരിയൻസ്, ഈ വാരിയബിൾ ഓവർ ഹെഡ് കോസ്റ്റ് വാരിയൻസിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ വാരിയബിൾ ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ വാരിയൻസ് എന്നും വാരിയബിൾ ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ വാരിയൻസ് എന്നും പിന്നീട് വാരിയബിൾ ഓവർ ഹെഡ് എഫിഷ്യൻസി വാരിയൻസ് എന്നും. ഓക്കെ, വാരിയബിൾ ഓവർ ഹെഡ് എഫിഷ്യൻസി വാരിയൻസ് എന്നും. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് വാരിയൻസ് അനാലിസിസ് എന്നതിനകത്ത് നമുക്ക് എന്തൊക്കെ ഇക്വേഷൻസ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഇപ്പോൾ ഇതിൽ ഓരോ കാര്യത്തിനകത്ത് നമുക്ക് എന്താണ് ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഈ കോസ്റ്റ് വാരിയൻസിൻ്റെ ഈ ഒരു ജനറൽ ഐഡിയ നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇക്വേഷൻ നമുക്ക് ഇതിനകത്ത് തന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഇത് രണ്ട് വാരിയൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫോർമുലാസ് നമുക്ക് ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ കുറേ ഫോർമുലാസ് നമുക്കിനി പഠിക്കാനുണ്ട്. ഇപ്പോൾ കൊമേഴ്സ് ബന്ധപ്പെട്ട ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കൊമേഴ്സ് ബന്ധപ്പെട്ട ക്ലാസ്സിൽ മാത്രമേ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യും. നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ രേഖപ്പെടുത്തും. താങ്ക് യു.